ഇപ്പം നിന്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ ആഗ്രഹിക്കരുതെന്ന് പറയും. സങ്കീർത്തനം 131:1. പക്ഷെ ആഗ്രഹിക്കാതെ ഇന്നിവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണമില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കഴിവിൽ നമ്മളെ ആശ്രയിക്കണം. അതാണ് വചനം പറയണത്. ദൈവത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? ദൈവമക്കളാകാനുള്ള കഴിവ് വരെ ദൈവം നമുക്ക് നൽകും, അല്ലേ? ഇപ്പം യോഹന്നാൻ 1:12 എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പൊ ദൈവം നമുക്ക് നൽകണത് എന്തൊക്കെയാണ്? ദൈവമക്കളാകാനുള്ള കഴിവ് വരെ ദൈവം നമുക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ കഴിവിൻ്റെ പേരെന്നാ? കൃപ. അതാണ് വിഷയം. ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? ആ കൃപയുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കഴിവെന്താ? ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കണത്? ഉടമ്പടിയിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടി ഭയങ്കര സയൻറ്റിഫിക് പ്രാർത്ഥനയാണ്. ശരിക്കും ധ്യാനിച്ചാൽ മനസ്സിലാവും. അമ്മ ഓരോണേ സഡൻ വെളിപ്പെടുത്തി തന്നതാണെങ്കിലും ഇന്നിത് പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതൊരു പാക്കേജാണ് ശരിക്കും. ഇപ്പം എന്താ പറഞ്ഞത്? യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവ് ആരാ കൊടുക്കുന്നത്? ദൈവമാണ് കൊടുക്കുന്നത്. ദൈവമക്കളാകുമ്പോഴുള്ള ഗുണം എന്താ? മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഹെബ്രായ ലേഖനം പറയും നമ്മ അവകാശികളാണെന്ന് പറയും. വിഷയം മാറും. ദൈവമക്കളായ സ്വാഭാവികമായും നമ്മുടെ വിശ്വാസം മാറിയിട്ട് ആത്മവിശ്വാസമായിട്ട് എന്താ വരണത്? അവകാശം. മക്കളാണെങ്കിൽ അവകാശം. ദൈവമക്കളാകാൻ പോലുമുള്ളത് അവകാശമായി മാറുമ്പോൾ അതിനോടൊരു ചേർത്ത് നൽകുന്നതെല്ലാം അവകാശമായി മാറും. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ദൈവമക്കളാകാൻ എപ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥം മാത്രമല്ല ഉള്ളത്, ഒരു പ്രായോഗികമായ അർത്ഥമുണ്ട്. എന്താണ്? വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യാക്കോബിൻ്റെ 2-ാം ലേഖനം
24 വാക്യം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 24 വാക്യം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നീതീകരിക്കപ്പെടണം. എങ്ങനെ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്? പ്രവർത്തികൾ വഴിയാണ്. ഉടമ്പടി പ്രവൃത്തിയുടെ പ്രാർത്ഥനയാണ്. യാക്കോബ് 2:24 എന്താ പറയണത്? വിശ്വാസം, കേവല വിശ്വാസം നിന്നെ നീതീകരിക്കത്തില്ല. യാക്കോബ് അപ്പോസ്തലനും പൗലോസും കൂടി കുറേ നാളെ മിണ്ടാണ്ട് നടന്ന് കാണും മിക്കവാറും. കാര്യം രണ്ടുപേരും 2 സ്കൂളാണ് ഫോളോ ചെയ്ത്. ആദ്യം കാലാന്തരത്തിലാണ് പൗലോസ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നെന്നുള്ള വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നത്. ആദ്യം അബ്രാഹാം അവൻ്റെ വിശ്വാസം നീതീകരിക്കപ്പെട്ടു എന്നുള്ള സ്കൂളാണ് യാക്കോബ് പൗലോസ് ഫോളോ ചെയ്തത്. പക്ഷെ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ആദിമസഭയിലെ വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്നുള്ള സമ്പൂർണമായ സത്യത്തിന് വലിയ പ്രായോഗിക പ്രസക്തി ലഭിച്ചു. അപ്പോൾ പിന്നീട് സുവിശേഷം ഫോളോ ചെയ്യണ എന്താ? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം പ്രാർത്ഥനയാൽ മാത്രമല്ല നീതീകരിക്കപ്പെടുന്നത്. മൈൻഡ് ഇറ്റ്. പറഞ്ഞ മനസ്സിലായ? എല്ലാവരും ധരിച്ചിരിക്കണത് വിശ്വാസം പ്രാർത്ഥനയാൽ നീതീകരിക്കപ്പെടുമെന്നാണ്. യാക്കോബ് 2:24 പറഞ്ഞത് എന്താണ്? വിശ്വാസം പറഞ്ഞ് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഈ കാരുണ്യ പ്രവൃത്തിയൊക്കെ വേണ്ടത് അങ്ങനെയാ. ഉടമ്പടി സമ്പൂർണ്ണ പ്രാർത്ഥനയാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാവോ? ഇപ്പം രോഗികളെ നമ്മൾ കാണുന്നു, രോഗികളെ നമ്മൾ പരിചരിക്കുന്നു. ഞാൻ നഗ്നനായാലും നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ കരഗൃഹവാസിയായി നിങ്ങളെന്നെ വന്ന് കണ്ടു, എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയണില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വിശപ്പും ഭക്ഷണവും എന്നൊക്കെ പറയണത് നമ്മൾ വായു തൊട്ട് പോണ ആഹാരം മാത്രമാണെന്ന്? അല്ല. മനസ്സ്, നമ്മുടെ മനുഷ്യത്വത്തിന് 3 ഘടകമുണ്ടല്ലേ? ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിനെല്ലാം വിശപ്പുണ്ട്. വിശപ്പുണ്ട്. ഞാൻ വിശപ്പെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഭക്ഷണം മാത്രമേ നമ്മൾ വിചാരിച്ചില്ല. ഒരു വൈഫ് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല. ഒരു ഹസ്ബൻഡിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്ത്രീ വിശക്കുന്നുണ്ട്. നേരെ മറിച്ച് സംഭവിക്കാം. ചില ജീവിത പങ്കാളികൾ ഹസ്ബൻഡിനെ ഒഴിവാക്കുന്നുണ്ട്. എന്തെങ്കിലും തന്ത്രം പറഞ്ഞ്, പിള്ളേർ വളർന്നെന്നോ എന്തെങ്കിലും പറഞ്ഞ് തന്ത്രം പറഞ്ഞ് ഒഴിവാക്കും. ഇതെല്ലാം വിശക്കുന്നവൻ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്നുള്ള എൻ്റെ വചനത്തിൻ്റെ കീഴിൽ വരണതാണെല്ലാം. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ സമ്പൂർണ്ണ ക്രിസ്ത്യനായിരിക്കണം. അല്ല ആർക്കാനും ധർമ്മക്കാർക്ക് വല്ല കൈമടക്ക് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിശപ്പ് പലതരമുണ്ട്. ഒരു മനുഷ്യന് കർത്താവിനെ കുറിച്ച് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നീ പത്രം കൊടുക്കണം. അത് വിശപ്പ് മാറ്റുന്നതാണ്. പത്രം കഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പത്രം വായിക്കുമ്പോഴേ കർത്താവിനെ അറിയും. ആത്മാവിൻ്റെ വിശപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. ഞങ്ങൾ മംഗലാപുരത്തിനടുത്ത് നാരാവി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ആൻ്റണി ചർച്ച് നാരാവി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്
2024 ഡിസംബർ 27-ാം തീയതി വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഞാൻ ഒരിക്കലിങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ടോക്ക് കണ്ടു. അതിനു മുമ്പാണെങ്കിൽ ഞാനിത് കാണാറുണ്ടെങ്കിലും ഒരിക്കലും എനിക്കിവിടെ എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് വളരെ വലിയ ദൂരമാണ്. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ ഇവിടെ വന്നെത്താൻ പറ്റുമോ, സ്ഥലം അറിയില്ല. അതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെയും പുറകോട്ട് നിന്നു. ഒരിക്കൽ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ചെറിയ ടോക്ക് പെട്ടെന്ന് കയറി വന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ഒരപ്പച്ചൻ വന്നു. അച്ഛൻ ആ പത്രിക എടുത്തുകൊണ്ടുപോയി അമ്മയുടെ അടുത്തുകൊണ്ടുപോയി പറഞ്ഞു, അമ്മയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുന്നു, അമ്മ ഈ കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന്. ഞാൻ വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. 13 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലം ചുമ്മാതെ കിടക്കുവാണ്. അത് വിൽക്കാനും പറ്റത്തില്ല, കൃഷി ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ ഒന്നും പോകില്ല. പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ അഭയം. അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ കൃപാസനത്തിൽ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം തോന്നി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ 2 പേരെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം. അവർക്ക് അന്നേരം വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കും സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നേ പറ്റൂ എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂത്ത കൊച്ചിനെയും കൂട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിലും എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ആദ്യം എനിക്കിവിടെ വന്ന് കുറേ സമയം ഇവിടെ ഇരുന്ന് ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പ്രാർത്ഥനയൊന്നും വരുന്നില്ല, കരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കുറേ സമയം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പം അമ്മ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്കൊരു ശക്തി കിട്ടിയ പോലെ എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് ഉടമ്പടി മേലെ പോയി ക്ലാസ്സെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ശാന്തത കിട്ടി. മനസ്സ് ഒരുമാതിരി എനിക്ക് സമാധാനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പാകപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം അച്ഛനെ കാണണമെന്നൊരു ചിന്ത. അച്ഛനെ കാണണം, ആദ്യമായിട്ട് വരുന്ന ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു, ആദ്യം അമ്മയോട് പറ, അമ്മ കാര്യം നടത്തി തരട്ടെ. പെട്ടെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നു, ഞാൻ എന്ത് പണിയാണ് കാണിച്ച്, ഞാൻ അച്ഛനെ കാണാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അമ്മയോട് പറയുന്നതിന് പകരം ഞാൻ അച്ഛനെ കാണണമെന്നൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ 3 മാസം ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി പോയി. ഞാൻ ഉടമ്പടിയിൽ ആശ്രയിച്ചു. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ 15 ദിവസം മുൻപ് തന്നെ ഞാൻ ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങി. ഞാൻ രാവിലെ 5:15 എഴുന്നേക്കും. ഞാൻ 5:30 കറക്റ്റ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഞാൻ അതിന് 6 മാസം മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാതെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് 15 ദിവസം മുമ്പ് ഞാൻ കറക്റ്റായിട്ട് 5:30 എഴുന്നേറ്റ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി. എനിക്കറിയാം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ വഴി തരാത്ത അവരുടെ വീട്ടിൽ പോകുവാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ബൈബിൾ ഭാഗം തുറന്നു പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് യോസേപ്പിതാവിനോട് കൂടെ പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ അമ്മയുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു. ഞാൻ ഈ വിശുദ്ധ തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ പൂശി, വിശുദ്ധ ഉപ്പ് എൻ്റെ കൈകളിലെടുത്തു, ഉടമ്പടി കൊന്ത എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കൈകളിൽ ഞാൻ മുറുക്കെ പിടിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും ഞങ്ങൾക്ക് ആ വഴി തരില്ല, ഞങ്ങളെ ആ സ്ഥലം വിൽക്കാൻ അനുവദിക്കുന്ന മനുഷ്യരല്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത്, വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ്, അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വാതിൽക്കൽ ഞാൻ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി ചെന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുക, ഞങ്ങൾക്കിത് വിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്നെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം പറഞ്ഞു പറ്റത്തില്ല, ഈ ഒരു ചെറിയ വില തന്നാൽ ഞങ്ങൾക്ക് ഇങ്ങ് തരാമെന്ന് പറഞ്ഞു. അത് അത്രയും വിലയൊന്നുമല്ല, ഒരു വഴിയുണ്ടെങ്കിൽ നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളും പാവങ്ങളാണ്, ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്ന്. അമ്മയുടെ ഒരു രൂപ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉടമ്പടിയുടെ കാശ് രൂപ മുറുക്ക പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് നടക്കില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കണ്ണുകളിൽ കൂടെ വെള്ളം വന്നു. അപ്പോഴത്തേക്കും അവർ ഓടി വന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എടുത്തോളാം സ്ഥലം. എനിക്ക് അറിയത്തില്ല ആ ശക്തി എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യുവാണ്. കാരണം അമ്മ ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കുന്ന ഒരു മനുഷ്യരല്ല. അവരൊരിക്കലും ഒരു കാര്യത്തിലും മറ്റുള്ളവരോട് സമ്മതിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം, അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കിയോളാൻ പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ ഞങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഞങ്ങൾ വലിയ റോഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവരോട് തടസ്സവും പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളോട് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മൂത്ത ചേട്ടനാണ്. ആ ചേട്ടൻ ഒരു വാക്ക് പറയണം, ഞങ്ങൾക്ക് വഴിക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി കുമ്പസാരിക്കത്തില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല, പള്ളിയിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ട ഉടനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി, അവരെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അത് അവിടുന്ന് മുടങ്ങിപ്പോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവികമായ സാന്നിധ്യമില്ലാത്ത ഒരു ഭവനം, ദൈവികമായ പ്രാർത്ഥനകളോ വിശുദ്ധ കുമ്പസാരമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും ഞാൻ പോയി ചോദിക്കരുതായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യം ഞാൻ അമ്മയോട് മാത്രം പ്രാർത്ഥിക്കണമായിരുന്നു. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ടും ഇല്ലെന്നാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക എന്നെപ്പോഴും അച്ഛൻ പറയും. അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായി. നടക്കുമെന്നൊരു കാര്യം, ഇപ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യം അത് അതുപോലെ മുടങ്ങിപ്പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് അത് ഇത്രയും സമയം നടന്നത് പെട്ടെന്ന് മുടങ്ങിപ്പോയി, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു, കൊന്ത ചൊല്ലി. പിന്നീടാണ് എനിക്ക് അമ്മ എന്നോട് പറഞ്ഞത്, നീ എന്നെ ഏൽപ്പിച്ച കാര്യം നീ എന്തിനാണ് അവരുടെ അനുവാദത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോയേ? ഞാൻ ഒരിക്കലും പോകരുതായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്തു പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു വിടുന്നു, അമ്മേ ഇനി ഞാൻ വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് 3 മന്ത്സ് കഴിഞ്ഞ് ഇതിനൊരു അനക്കം ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 3 മന്ത്സ് ഇവിടെ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവലിന് വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. അച്ഛനോട് പറയാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ കാശിരവും വെഞ്ചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് ആ സ്ഥലത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി കുഴിച്ചിടുക. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. സ്ഥലത്തിൻ്റെ 4 മൂലയ്ക്കും വിശുദ്ധ ഉപ്പ് ഞാൻ വിതറി. അമ്മേലെ വിശുദ്ധ തൈലം നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ വന്നത്. അമ്മേലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ 2ാമത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ റിന്യൂവൽ ചെയ്യാൻ ഞാൻ മേലെ കയറി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറയുക, നിങ്ങൾ 2-3 പ്രാവശ്യം റിന്യൂവൽ ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു അനക്കവും ഇല്ലെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ വിലയാണ് അമ്മ നിങ്ങൾക്ക് തരുന്നതെന്ന്. അത് കേട്ടതും എൻ്റെ ചങ്കിക്കൂടെ ഒരു കത്തി കുത്തി ഇറങ്ങുന്ന ഒരവസ്ഥയായിപ്പോയി. മാതാവേ, എനിക്ക് അത്ര പോലും ഒരു വിലയില്ലേ? ഞാൻ എപ്പോഴും അമ്മയെ മാത്രം ഓർത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്രമാത്രം ഒരു വില പോലും ഇല്ല അമ്മേ. എൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി, എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നതിലുപരി എനിക്ക് അമ്മയുടെ സാന്നിധ്യമായി അന്നേരം ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ അവിടുന്ന് ആ ഒരു എനിക്ക് അവിടുന്ന് കരയണം തോന്നി. പക്ഷേ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല. ചങ്കിലെല്ലാം കടിച്ചമർത്തി ഞാൻ അവിടുന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ട്? അവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ആ മൂലയ്ക്ക് ഒരു കസേരയിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുവാണ്. അമ്മേനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അമ്മ എനിക്കൊരു 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അടുത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്നോട് പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മേ ഇനി ഞാൻ വരുമ്പം, ഞാൻ അവിടുന്ന് റിന്യൂവൽ ചെയ്യാൻ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. ഞാൻ ഇവിടെ വരുമ്പം എന്നോട് ഞങ്ങൾക്ക് വഴി തരാത്ത വീട്ടുകാർ എന്നെ വിളിച്ച് അവർ തന്നെ ആ സ്ഥലം എടുത്തോളാം എന്ന് പറയണമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് 11 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ് കോൾ കിടക്കുന്നു. ആ മിസ് കോൾ ഞാൻ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ്, ആരുടെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പക്ഷേ വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം, നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, എനിക്ക് തന്നാൽ മതി, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൃപാസനത്തിലാണ്, പ്രാർത്ഥിക്കാൻ വന്നതാണ്. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴേ എന്നോട് പറയുക, വിളിക്കുക, എന്നിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കിത് നടന്നില്ലെങ്കിലും അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. കാര്യങ്ങൾ നടക്കുന്നതിലുപരി ദൈവിക സാന്നിധ്യം, പരിശുദ്ധ അമ്മ ഈശോയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യം നമുക്ക് നേടാൻ കഴിയും. എനിക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന വചനം, ഞാനതെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. അമ്മ എൻ്റെ കാര്യത്തിൽ മുമ്പേ പോയി എൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അമ്മ അത് എല്ലാം ശരിയാക്കി തന്നു. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നു, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം. അപ്പം ഈ 11 എന്ന് പറഞ്ഞ ഡേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ സ്ഥലം പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നു. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8-ാം തീയതി നിശ്ചയിക്കുന്നു. 8-ാം തീയതി രജിസ്ട്രേഷൻ വെച്ചു. അവർ 2-3 ദിവസം മുമ്പേ വിളിച്ചു പറയുന്നു 8-ാം തീയതി നടക്കില്ല, 11-ാം തീയതിയാണ്. അപ്പോഴാണ് എനിക്കൊരു ഷോക്ക് അടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാവുന്നവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മയാണ് എനിക്കിത് നടത്തി തരുന്നത് എന്ന് 100% നൽകുന്ന സാക്ഷ്യമാണിത്. അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഈ വിഷയത്തിന് ഒരു തീരുമാനമുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിൻ്റെ തിരുസന്നിധിയിൽ വന്നേക്കാമെന്ന്. അതിനുശേഷം 2-ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടുന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഞാൻ പോകുമ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ എന്തോ ഒരു വെളുത്ത് വരുന്ന ഒരു പാണ്ട് പോലെ ഈ വലത്ത് കയ്യിൽ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ വന്നതാണ്, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇത് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അമ്മ എനിക്കിത് മാറ്റിത്തരണം. ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ആ പാണ്ടിൽ ഇങ്ങനെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉപ്പെടുത്ത് ഞാൻ വെള്ളത്തിലലിച്ച് കുടിക്കുമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നോട് എൻ്റെ മക്കൾ പറഞ്ഞു, മമ്മി ഹോസ്പിറ്റലിൽ പോ, കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ശരീരത്തിൽ മൊത്തം വല്ലതും വന്നാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൃപാസനത്തിൽ പോയതാ, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇതെനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമാണ്. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് മനസ്സിലായില്ല ഇത് പോയത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈകളിലെ പാടുകളൊന്നുമില്ല, എൻ്റെ കൈ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു, ഒരു പാണ്ട് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് നിത്യരക്ഷയ്ക്കുള്ള ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ഉടമ്പടി എടുത്തത് കൊണ്ട് കാര്യമില്ല, അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ ചെയ്താൽ അമ്മയും ഈശോയും നേരിട്ട് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുമെന്നുള്ള തെളിവാണ് ഞാൻ ഇന്ന് 100% അതിന് സാക്ഷി നൽകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരിയേറെ ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ പറ്റി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ ഒരു കൊന്തയൊക്കെ ചെല്ലും. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും പോരാ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊന്ത ചെല്ലും. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ട്രെയിനിലിരിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയാണ്, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ കുറച്ച് അപ്പുറത്തൊരു സിസ്റ്റർ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ സിസ്റ്ററും കൊന്ത ചെല്ലുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ വേറെ ആരും ക്രിസ്ത്യാനികളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്ന വചനം എൻ്റെ മനസ്സിൽ അന്നേരം ഓർമ്മ വന്നു. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവത്തെ കൊടുക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ അത് ചെയ്യും. ഇവിടെ 1-ാം തീയതി ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു. സാക്ഷ്യം പറയാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലെന്നായി, ഞങ്ങൾ അഡ്മിറ്റായി. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല.
അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിക്കത്തില്ലേ? അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ചാർജായി ഇന്നലെ വന്ന് ഞങ്ങളിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് എൻ്റെ റിന്യൂവലിൻ്റെ ദിവസമാണ്, 3 മാസം തികഞ്ഞ ദിവസമാണ്. അമ്മ വിചാരിച്ചു കാണും, നീ 1-ാം തീയതി എന്തിനാണ് വന്നേ, 15-ാം തീയതി റിന്യൂവൽ ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് 1-ാം തീയതി സാക്ഷ്യം പറയാൻ പറ്റാതെ എനിക്ക് ഇന്ന് വരെയും വെയിറ്റ് ചെയ്ത് ഇന്നലെ ഡിസ്ചാർജായി. കറക്റ്റ്, അത് ഞങ്ങളാരും അവരോട് പറഞ്ഞതല്ല, ഇന്നലെ ഡിസ്ചാർജായി ഇന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത്. ഇതെൻ്റെ ജീവിതത്തിലെ എനിക്ക് വേറെ എന്ത് കാര്യങ്ങൾ നടന്നു കിട്ടിയാലും ഞാൻ സന്തോഷിക്കില്ല. ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ. അമ്മ എനിക്ക് തന്ന ഈ സാക്ഷ്യങ്ങളെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വിസിറ്റിങ്ങിന് പോകും. ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ഓരോരുത്തരോടും ഞാൻ എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്താൽ ഇല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ പോലും ഞാൻ അവരോട് പറയും, ഇത് ഞാൻ തന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് കർണാടകത്തിൽ ഒത്തിരി അവർക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി ഹിന്ദുക്കൾ കൂടെയുള്ള സ്ഥലമാണ്. ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ആരും ക്രിസ്ത്യാനികളൊന്നും ആരും ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ 2-3 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അവരോട് ഞാൻ പറയും, നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാവോ? ഇത് യേശുക്രിസ്തു തന്നതാണ് നിങ്ങൾക്ക്. ഡ്രസ്സില്ലാത്തവർക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നന്ദി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തരരുത്, യേശുക്രിസ്തുവിന് നന്ദി കൊടുക്കുക. യേശുക്രിസ്തുവാണ് നിങ്ങൾക്കിത് തന്നേ. ഞാൻ ആർക്ക് എന്ത് ചെയ്താലും ഞാനിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരു നേരത്തെ ഭക്ഷണത്തിന്, കാരണം ഞങ്ങളുടെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായൊരു പ്രദേശം, ഈ പാവങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മാതാവേ ആരെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഒത്തിരി അങ്ങനെ കാണാൻ പറ്റി. എനിക്ക് പറ്റുന്ന പോലെ മാസം അവർക്കുള്ള ഫുഡ് ഐറ്റംസ് വീട്ടിലെത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതുപോലെ ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പത്രം, ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പത്രം ഓരോ വീടുകളിലും പോയി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചിലരത് സ്വീകരിക്കാറില്ല. പത്രം കൊടുക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കളയരുത്, നിങ്ങൾക്ക് വേണ്ടേ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടേ തന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ, എൻ്റെ ഹസ്ബൻഡ് അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഇടയ്ക്ക് വന്നു ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ച് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി. കുറേ പേര് മേടിച്ചിട്ട് തിരിച്ചു കൊണ്ടേ തന്നു. അവർക്കത് താല്പര്യമില്ല. പക്ഷേ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. ഇതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന, എനിക്ക് ഈ കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.